ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ ഓഫ് JP. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു സാൻഡ്വിച്ച് പ്രിപ്പറേഷൻ വീഡിയോ ആണ് കേട്ടോ. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, എൻ്റെ വീഡിയോയിൽ പലതും ലേസി ആയിട്ടുള്ളവരെയും ബാച്ചിലേഴ്സിനെയും കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് കേട്ടോ. കാരണം കൈ നനയാതെ എങ്ങനെ മീൻ പിടിക്കാമെന്ന് ആലോചിക്കുന്നവരാണല്ലോ ഇത്തരം ആളുകൾ. അതെങ്ങനെയൊക്കെ ആണെങ്കിലും രുചിക്ക് കോട്ടം വരാനും പാടില്ല ഇത്തരം ആളുകൾക്ക്. വലിയ ചിലവില്ലാതെ അടുക്കളയിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഈസിയായി ഉണ്ടാക്കുന്ന ഒരു സാൻഡ്വിച്ചാണിത്. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ബ്രെഡ്, വെണ്ണ, ചീസ്, സ്പ്രെഡ് ചീസാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് നമുക്ക് ഷീറ്റായിട്ട് കിട്ടുന്നത് കൊണ്ട് അതിലേതെങ്കിലും ഒന്ന് വാങ്ങുക. പിന്നെ തക്കാളി, സവാള, ക്യാപ്സിക്കം, ക്യാരറ്റ്, പിന്നെ നമ്മുടെ കക്കടി പോലത്തെ വെള്ളരിക്കയുണ്ടല്ലോ, അതൊക്കെ നമുക്ക് സലാഡിന് ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം ഇതിൽ ഉപയോഗിക്കാം. ഇപ്പോൾ എനിക്ക് ക്യാരറ്റും സവാളയും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പും കുരുമുളകും മാത്രം മതി. മുട്ട കൊണ്ടുള്ള സാൻഡ്വിച്ച് ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് മുട്ട എടുത്തിട്ടുണ്ട്. അതിന് ഞാൻ കാടമുട്ടയാണ് എടുത്തിരിക്കുന്നത്. ചെറിയൊരു ഭംഗിക്ക് വേണ്ടി. അത് സാധാ മുട്ടയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ബ്രെഡ് ഏതെങ്കിലും ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ ബ്രെഡ് ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എണ്ണയ്ക്ക് പകരം വെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഉപയോഗിക്കാവുന്നതാണ്. കാരണം കുറച്ച് ടേസ്റ്റ് ആകുന്നതാണല്ലോ നമുക്ക് എല്ലാവർക്കും താല്പര്യം. അതുകൊണ്ട് വെണ്ണയിൽ ചെറുതായിട്ട് ചൂടാക്കി, ഒത്തിരി കരിയിച്ചൊന്നും പോണ്ട, ചെറുതായിട്ടൊന്ന് ക്രിസ്പാകുന്നത്. അപ്പോൾ അത് ഒരു കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ബ്രെഡ് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഒരു ചെറിയ ക്രിസ്പിനെസ് അതിൽ വരുന്ന വരെ ചൂടാക്കിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ബ്രെഡിന് മുകളിൽ ഓരോ ലെയറായിട്ട് നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ, സവാള, തക്കാളി. ഇപ്പം എൻ്റെ കയ്യിൽ സവാളയും തക്കാളിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ സവാളയും തക്കാളിയും എടുക്കുക, ഓരോ ലെയറായിട്ട് എടുക്കുക. അതിൻ്റെ ഇടയ്ക്ക്, ഓരോ ലെയറിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചീസ് സ്പ്രെഡ് ചെയ്യാം. അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി ചീസ് ആവശ്യമില്ലെങ്കിൽ നമുക്ക് ലാസ്റ്റത്തെ ലെയറിൽ വയ്ക്കുക. പിന്നെ സാധാരണ ഉപ്പിലും മറ്റേ ചീസിലും വെണ്ണയിലും ഒക്കെ ഉപ്പുള്ളതുകൊണ്ട് ഒരുപാട് ഉപ്പ് ആഡ് ചെയ്യേണ്ട. അതിലേക്ക് കുരുമുളക് ചേർക്കുക. പിന്നെ അതിന് മുകളിൽ ഒരു ചെറിയ മുട്ട ചെറുതായിട്ട് ബുൾസൈ പോലെ ഉണ്ടാക്കിയാൽ മതി. അത് ജസ്റ്റ് ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് ഏറ്റവും മുകളിലായിട്ട് മറ്റേ ബ്രെഡിൻ്റെ കഷ്ണങ്ങളും കൂടെ വെച്ച് നമുക്ക് സാൻഡ്വിച്ചാക്കി എളുപ്പത്തിലെടുക്കാം. പിന്നെ ഇത് കെച്ചപ്പ് കൂട്ടിയോ അല്ലെങ്കിൽ സാധാരണ നമുക്ക് കഴിക്കാവുന്നതും ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ് ഇത്.